ഞാൻ TMA ഫാറൂഖ് സഖാഫി, നാഷണൽ ലീഗിൻ്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ എന്നെ സംബന്ധിക്കുന്ന ഒരു ഫോട്ടോ അനാവശ്യമായി പ്രചരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ കുറേ സുഹൃത്തുക്കൾ അത് കണ്ടിട്ട് എന്നെ വിളിക്കുകയും ചെയ്തു. മറ്റൊന്നുമല്ല, എൻ്റെ സുഹൃത്തും അയൽവാസിയും കൂടിയായ BJPയുടെ നേതാവ് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി എന്നെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ലഘുലേഖ എനിക്ക് തരികയും ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഞാൻ അത് എന്തിനാണ് നിങ്ങൾ ഫോട്ടോ എടുത്തത്, അത് പ്രചരിപ്പിക്കരുത്, കാരണം ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ക്യാമ്പയിനറാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നാഷണൽ ലീഗിൻ്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ്, അതൊക്കെ നിങ്ങൾക്കറിയാവുന്നതല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ സ്വകാര്യതയിൽ സൂക്ഷിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ്, അത് FBയിൽ പ്രചരിപ്പിക്കില്ല, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസായി വെക്കുകയും അത് ഇടതുപക്ഷ ജനാധിപത്യ വിരുദ്ധരായ ആളുകൾ ഒരു ഇലക്ഷൻ ക്യാമ്പയിനായി എടുത്തുകൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ, അതിൽ എനിക്ക് യാതൊരു വിധമായ പങ്കോ അല്ലെങ്കിൽ ആ ഒരു വഴിക്ക് നീങ്ങുന്ന ആളോ അല്ല ഞാൻ. അതിൽ നിങ്ങൾ ആരും വഞ്ചിതരാവരുത്. ഇന്നിൻ്റെ കാലഘട്ടം ജനാധിപത്യ വിശ്വാസികൾ വളരെ ആശങ്കയോടെയും ഉത്കണ്ഠയോടെയും കാണുന്നൊരു കാലഘട്ടമാണ്. നിങ്ങൾക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ് ഫാസിസവും വർഗീയതയും നാടുനീളെ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായി മുന്നേറുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതിന് ജനാധിപത്യ വിശ്വാസികളുടെ ഏറ്റവും വലിയ ആയുധമാകുന്ന വോട്ട്, അത് ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ രാജ്യത്ത് സമാധാനവും ജനാധിപത്യവും പൂർവ്വഗാമികളായ ആളുകൾ നമുക്ക് പ്രതിദാനം ചെയ്തു തന്ന മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അത് എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഇത്തരുണത്തിൽ അഭ്യർത്ഥിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം അഭിവാദ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു.